ഈ വീഡിയോയിൽ ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ് ആണ് നോക്കുന്നത്. ഏതാണ്ട് 224 പേര് ഇറാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ ഇന്നലത്തോടുകൂടി 1100 ടാർഗറ്റ് ഇറാൻ്റെ ഉള്ളിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ക്ലെയിം ഉണ്ടല്ലോ, ഞങ്ങൾ 2 F-35 അടിച്ചിട്ടു, 3 F-35 അടിച്ചിട്ടു, 4 F-35 അടിച്ചിട്ടു, ഇങ്ങനെയൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. ആ വാർത്ത ഒരു സൈഡിൽ നിൽക്കട്ടെ. ഇസ്രായേലിൻ്റെ ഹെർമൻ 900 എന്ന് പറഞ്ഞ ഡ്രോൺ ഇറാൻ അടിച്ച് വീഴ്ത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം അവർ പക്കയായിട്ട് ഫിലിം ചെയ്ത് ഇട്ടിട്ടുണ്ട്. ക്രാഷ്ഡ് ആയിട്ടുള്ള ആ ഒരു വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശദമായിട്ട് വ്യക്തമായിട്ട് പകർത്തി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇറാൻ മീഡിയ. ചെറുതായിട്ട് ഗാസയ്ക്കുള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ, ഗാസയ്ക്കുള്ളിൽ അവസാനത്തെ ഹോസ്പിറ്റൽ എന്ന് പറയപ്പെടുന്ന അൽ അബ്ദ ഹോസ്പിറ്റൽ ഇല്ല, ഈ അൽ അബ്ദ ഹോസ്പിറ്റൽ പലതവണ അൽ അബ്ദ ഹോസ്പിറ്റലിൽ ഇസ്രായേൽ ആക്രമണം നടത്തി എന്ന് പറഞ്ഞിട്ട് പ്രൊപ്പഗണ്ട വാർത്താ മാധ്യമങ്ങൾ അടിച്ചിറക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അൽ ജസീറ പോലത്തെ ചാനലൊക്കെ ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴും അൽ അബ്ദ ഹോസ്പിറ്റൽ അവിടെ ഉണ്ട്. അപ്പോഴൊക്കെ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്തിട്ടില്ല, ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത ബിൽഡിംഗ് ആണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്തത് എന്ന് വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ IDF അന്ന് പൊതുജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ഇതൊന്നും കേൾക്കാൻ ആരും ഉണ്ടായില്ല. പക്ഷേ ഇന്നും അൽ അബ്ദ ഹോസ്പിറ്റൽ അവിടെ ഉണ്ട്. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ വാർത്തകളൊക്കെ തുടരെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഈ അൽ അബ്ദ ഹോസ്പിറ്റലൊക്കെ മൾട്ടിപ്പിൾ ടൈം നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ അൽ അബ്ദ ഹോസ്പിറ്റൽ അവിടെ തന്നെയുണ്ട്. ആ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, എമർജൻസി ആയിട്ടുള്ള ബ്ലഡ് സപ്ലൈ ഷോർട്ടേജ് ഉണ്ട് എന്നാണ് പറയുന്നത്. ബ്ലഡ് ഇല്ല ബ്ലഡ് ബാങ്കിൽ. അതാണ് പ്രധാനപ്പെട്ട വിഷയമായിട്ട് അവർ ഉയർത്തി കാണിക്കുന്നത്. $85 ഹ്യൂമാനിറ്റേറിയൻ ട്രക്ക് ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ കടത്തിവിട്ടിട്ടുണ്ട്. 85 ഹ്യൂമാനിറ്റേറിയൻ ട്രക്സ് ഗാസയ്ക്കുള്ളിൽ കടത്തിവിട്ടിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, ഇന്നലെ GHF എന്ന് പറഞ്ഞ ആ ഒരു പ്രൈവറ്റ് സംഘടന, അവർക്ക് പരിമിതികളുണ്ട്. അപ്പോൾ അവർ മാക്സിമം അവർ സപ്ലൈ ചെയ്തിട്ട് നിർത്തുകയാണ് ചെയ്തത് ഇന്നലെ. ഇന്നും അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന 33,000 അല്ലെങ്കിൽ 50,000 55,000 എന്നൊക്കെ പറഞ്ഞ ബോക്സുകൾ ഇപ്പോൾ ഗാസയ്ക്കുള്ളിൽ ഇനഫ് അല്ല. കാരണം ഇപ്പോൾ ഇസ്രായേൽ ഒക്കുപൈ ചെയ്ത് വെച്ചിരിക്കുന്ന മേഖലയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളിപ്പം ഇസ്രായേൽ ഒക്കുപൈ ചെയ്ത് വെച്ചിരിക്കുന്ന മേഖലകളിൽ, അതായത് ഈ ഗാസയിൽ എയ്ഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ എയ്ഡ് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട ഒരു നിർബന്ധിത അവസ്ഥയ്ക്ക് തള്ളപ്പെട്ടിരിക്കുന്നത്. അപ്പം 85 ട്രക്കുകൾ ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ കടത്തിവിട്ടിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഈ GHF എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയ്ക്ക് കീഴിൽ മാത്രമേ അവിടെ എയ്ഡ് ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ. ഇസ്രായേലിൻ്റെ കൺട്രോളിലും കപ്പാസിറ്റിയിലുമാണ് ഈ ഒരു 85 എയ്ഡ് ട്രക്കുകൾ ഗാസയ്ക്കുള്ളിൽ കടത്തിവിട്ടിരിക്കുന്നത്. ഈ കാണുന്നത് ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഇറാൻ്റെ ആക്രമണം മൂലം, അത് ആദ്യത്തെ ദിവസത്തെ മിസൈൽ ആക്രമണം, വെയ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന് പറഞ്ഞ ആ ഒരു സയൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഇറാൻ്റെ മിസൈൽ വന്ന് പതിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സൈഡിലുള്ള ആ മിസൈൽ പതിച്ച ഒരു കോറിഡോറിൻ്റെ ഇമേജാണ് ഇപ്പുറത്ത് നിങ്ങൾ കാണുന്നത്. അതിലുപരിയായിട്ട് ഈ ഒരു ബിൽഡിംഗ് ഇങ്ങനെ തന്നെ നിൽപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഇങ്ങനെ തന്നെ നിൽപ്പുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സൈഡിൽ ഉള്ളിൽ ഒരു കോറിഡോറിൽ ഈ രീതിയിലാണ് ഡാമേജസ് സംഭവിച്ചിരിക്കുന്നത്. അവിടെ ഫയർ ഉണ്ടായിരുന്നു, ആ ഫയർ എല്ലാം ഇപ്പം കെടുത്തിയിട്ടുണ്ട്. ഈ കണ്ടീഷനിലാണ് ആ ബിൽഡിങ്ങിൻ്റെ ഒരു സൈഡ് കോറിഡോർ ഉള്ളത്. പിന്നെ കുർദിഷ് മേഖലയിൽ താമസിക്കുന്ന ഒരു പറ്റം ആൾക്കാർ, ഒരു പറ്റം മീൻസ് ഒരു 80% കുർദിഷ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് അവർ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കിയിരിക്കുന്നത്. അവർ ഇറാൻ റെജീമിന് എതിരായിട്ടാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്. പ്രത്യേകിച്ച് അവർ പറയുന്നത് ഇറാൻ്റെ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് പ്രോജക്റ്റിനെ അവർ അനുകൂലിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇറാൻ ഇന്നലെ രാത്രി ഓവർനൈറ്റ് മുഴുവനും മിസൈൽ ഡിപ്ലോയ് ചെയ്തുകൊണ്ടേയിരുന്നു ഇസ്രായേലിനെതിരെ. അതായത് ചെറിയ മിസൈലുകൾ പലപ്പോഴായിട്ട് വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മിസൈൽ വേവ്, അതിൽ മൾട്ടിപ്പിൾ വേവ്സ് ഓഫ് മിസൈൽസാണ് അവർ വിട്ടത്. ഒരു തവണ ഒരു വേവ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് മിസൈലുകളുടെ കൂട്ടങ്ങളാണ് വരുന്നത്. 10, 30, 40, 50 മിസൈലുകളുണ്ടാവും. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനെയാണ് ഇൻ്റർസെപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 12 ബില്യനൊക്കെയാണ് ചിലവാകുന്നത്. ഒരു ബാലിസ്റ്റിക് മിസൈൽ വന്നു കഴിഞ്ഞാൽ ആ ബാലിസ്റ്റിക് മിസൈലിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 5, 6, 8 ഇൻ്റർസെപ്റ്റേഴ്സ് ഫയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ 8, 6 ഇൻ്റർസെപ്റ്റേഴ്സ് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന നഷ്ടമാണ് ഈ 12 മില്യൺ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ ചിലവ് കൂടി വരികയാണ്. അപ്പോൾ തുടരെ 8, 10, 12 ബാലിസ്റ്റിക് മിസൈലുകൾ വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ചിലവ് വർദ്ധിക്കും എന്നുള്ളത് ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഇസ്രായേലിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ചർച്ചയായിട്ടുണ്ട്. ഇന്നലെ ഏറ്റവും കൂടുതൽ അവർ കൊട്ടിഘോഷിച്ച് വെച്ചിരുന്ന ഒരു മിസൈൽ ഉണ്ടല്ലോ, ഫത്ത 1, ഫത്ത 2 എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഫത്ത 1 എന്ന് പറഞ്ഞ മിസൈലാണ് അവരുടെ ടോപ്പ് ക്ലാസ് മിസൈലായിട്ട് അവർ കരുതിയിരുന്നത്. അത് അവർ ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ഇസ്രായേൽ ഇൻ്റർസെപ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, മിസൈലുകൾ എപ്പോഴൊക്കെ വന്നു പറഞ്ഞാൽ
ഞാൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു മാപ്പ് വെച്ചിട്ട് 3 സ്ഥലങ്ങളിലായിട്ടാണ് അവർ ടാർഗറ്റ് ചെയ്തത്. ഇതിൽ ഹൈഫ ഭാഗത്ത് ഇന്നലെയും മിസൈൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് സെൻട്രൽ ഇസ്രയേൽ ഭാഗത്ത് 2 ഹിറ്റിംഗ് നടത്തിയിട്ടുണ്ട്. പിന്നെ ടെലവീവ് ഭാഗത്തും ഒരു ഹിറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സെൻട്രൽ ഇസ്രയേൽ എന്ന് പറയുന്നത് തന്നെ ടെലവീവിൻ്റെ ഭാഗമാണ്. അഷ്കലോൻ്റെ ഭാഗത്ത് ഇറാന് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. 6 മണിക്ക് നോർത്തേൺ ഇസ്രായേലിൻ്റെ സൈഡിലാണ് 6 AM മിസൈൽ ആക്രമണം ഉണ്ടായത്. 9 AM ഗോലാൻ ഹെയ്റ്റ്സിൻ്റെ ഭാഗത്തും 10 AM ഗോലാൻ ഹെയ്റ്റ്സിൻ്റെ ഭാഗത്തും, അങ്ങനെ 2 വട്ടം ഗോലാൻ ഹെയ്റ്റ്സിൻ്റെ ഭാഗത്ത് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആയിട്ട് സെൻട്രൽ ഇസ്രായേലിൻ്റെ ഭാഗത്തും മിസൈൽ ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ബിൽഡിങ്സ്, അതായത് ഈ മിസൈൽ വന്ന് പതിച്ചതിൽ ബിൽഡിംഗ് ഡാമേജസ് ഉണ്ട്. ഒരു 20ലധികം കാർ പാർക്കിങ്ങിൽ നിർത്തി വെച്ചിരുന്ന കാറുകൾ ഡാമേജ് ആയിട്ടുണ്ട്. അതായത് ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഫയർ പാർട്ടിക്കിൾസും കൂടി വന്ന് പതിക്കുന്നുണ്ട്. കാരണം എത്ര ഡിസ്റ്റൻസിൽ വെച്ചിട്ടാണോ ഇന്റർസെപ്റ്റ് ചെയ്യപ്പെടുന്നത് അതിനനുസരിച്ച് താഴേക്ക് പതിക്കുമ്പം ചില മിസൈലുകൾ തീയോടുകൂടിയാണ് വന്ന് പതിക്കുന്നത്. അപ്പോൾ അങ്ങനെ തീയോടുകൂടി വന്ന് വീഴുന്ന മിസൈലുകളിൽ നിന്ന് വാഹനങ്ങളിലേക്കൊക്കെ തീ പടർന്ന് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ 20 കാറുകൾ അവിടെ നശിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയും കൂടി വരുന്നുണ്ട്. അതിലുപരിയായിട്ട് ഇന്നലെ എത്രത്തോളം മിസൈലുകൾ ഫയർ ചെയ്തെങ്കിലും ഇന്നലെ ഒരു ജീവൻ പോലും ഇസ്രായേലിന് നഷ്ടപ്പെട്ടിട്ടില്ല ഇന്നലെ. കാരണം ആൾക്കാർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. ഈ മിസൈൽ ഇന്റർസെപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ക്രിട്ടിക്കൽ പ്രോസസ്സാണ്. അതിലിപ്പം 100-150 മിസൈലുകൾ വരുന്നെങ്കിൽ അതിലൊരു 80-85% ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ടാലും ബാക്കിയുള്ള ഒരു 10% അല്ലെങ്കിൽ 1, 2, 3, 4 മിസൈലുകൾ വന്ന് പതിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള തിരിച്ചറിവ് ഇപ്പോൾ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇസ്രായേൽ ആണെങ്കിൽ തുടരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അവയർനെസ് ജനങ്ങളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ബങ്കറിനുള്ളിലേക്ക് പോകണമെന്ന്. ഈ ബങ്കറിനുള്ളിൽ പോകാൻ തയ്യാറാവാതെ ഈ അപ്പാർട്ട്മെന്റുകളിൽ ഇങ്ങനെ തന്നെ താമസിക്കുന്ന ആൾക്കാർക്കാണ് ഈ ജീവഹാനി സംഭവിക്കുന്നത്. അതും കൂടി നമ്മളിവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഇസ്രായേലിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അവർ കൃത്യമായി ബങ്കറിനുള്ളിൽ പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ജീവൻ നഷ്ടപ്പെടത്തില്ല. ഇതും ഇസ്രായേൽ എടുത്തു പറയുന്നുണ്ട്. പിന്നെ ഇന്നലെ രാത്രി മാത്രം 13 ഡ്രോൺ ഇറാൻ ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ഇന്റർസെപ്റ്റഡ് ആണ്. 50 IIF ജെറ്റ് ഇറാൻ്റെ ഉള്ളിലേക്ക് പോയി ഇറാൻ്റെ സെൻട്രിഫ്യൂജ് ഫെസിലിറ്റി അറ്റാക്ക് ചെയ്ത് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞിരിക്കുകയാണ്. 50 ഫൈറ്റർ ജെറ്റാണ് പോയത്. പിന്നെ വാൾ സ്ട്രീറ്റ് ജേർണൽ പേജായിട്ട് കുറച്ച് റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. ഞാൻ ഫുള്ളി ഇരുന്ന് വായിക്കുകയുണ്ടായി. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഈ വാറുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനുണ്ടാകുന്ന നെഗറ്റീവ്സ്, അതേപോലെ ഇറാനിനുണ്ടാകുന്ന നെഗറ്റീവ്, ഇസ്രായേലിനുണ്ടാകുന്ന പോസിറ്റീവ്, ഇറാനിനുണ്ടാകുന്ന പോസിറ്റീവ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറയുന്നുണ്ട്. ഇതുപോലെ ബ്രിക്സുമായിട്ടൊക്കെ ഇറാനെ ബന്ധപ്പെടുത്തിയിട്ട് ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇറാനെ വീഴ്ത്തിക്കഴിഞ്ഞാൽ, ഇറാനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ബ്രിക്സിനുണ്ടാകുന്ന തോൽവിയാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതും അതും തമ്മിൽ എന്ത് കണക്ഷനാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വാൾ സ്ട്രീറ്റ് ജേർണൽ ഇങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ ഇസ്രായേലിൻ്റെ നെഗറ്റീവ് പോയിന്റിൽ ഒരു പോയിന്റ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇസ്രായേലിൽ മിസൈൽ ഇന്റർസെപ്റ്റേഴ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആരോ എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഇന്റർസെപ്റ്റേഴ്സിൻ്റെ ഷോർട്ടേജിലേക്ക് ഇസ്രായേൽ വൈകാതെ തന്നെ പോകും എന്ന് പറയുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ഉള്ളിലും ഈ വാർത്ത പ്രചരിക്കുന്നുണ്ട്. അത് വാൾ സ്ട്രീറ്റ് ജേർണൽ പ്രസിദ്ധീകരിച്ച വാർത്തയായിട്ട് തന്നെയാണ് അടിക്കുറിപ്പിട്ട് ഈ വാർത്ത ഇസ്രായേലിൻ്റെ ഉള്ളിൽ മാധ്യമങ്ങൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഒരു യുദ്ധമാണ്. മിസൈൽ ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇന്റർസെപ്റ്റേഴ്സിൻ്റെ ഷോർട്ടേജ് വരും. അതിനുള്ള പ്രതിവിധി എന്താണോ അത് ഇസ്രായേൽ കാണും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇസ്രായേലിൻ്റെ കാഷ്വാലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24 പേര് ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്നലത്തെ സെയിം നമ്പർ തന്നെയാണ്, ഇൻക്രീസ് ആയിട്ടില്ല. 500 പേര് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഇതിൽ ആയത്തുൽ ഖമനേയി ഒരു നെക്സ്റ്റ് ലെവൽ പൊസിഷനിലുള്ള വ്യക്തിക്ക് ഞാനിവിടെ കാണിക്കുന്ന വ്യക്തിക്ക് ഓർഡറിങ് പവർ കൈമാറിയിട്ടുണ്ട്. കാരണം ആയത്തുൽ ഖമനേയി ബങ്കറിനുള്ളിലാണ്. ബങ്കറിനുള്ളിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ള ധൈര്യമില്ല ഒന്നാമത്. കാരണം ഇസ്രായേൽ ഓൾറെഡി തന്നെ ഒരു പേജർ ഓപ്പറേഷൻ നടത്തി ഇവരെല്ലാം ഞെട്ടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ആ ഞെട്ടലിൽ നിന്ന് ഇറാൻ തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ആയത്തുൽ ഖമനേയി കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് അവോയ്ഡ് ചെയ്തിരിക്കുന്നുള്ള വാർത്തയാണ് വരുന്നത്. കാരണം ഏത് രീതിയിലെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്, അറ്റ്ലീസ്റ്റ് പേജറോ ഇല്ലെങ്കിൽ നെക്ക് ഫോണോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ഫോണോ ഏത് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും മൊസാദ് അതിനെ കണ്ടെത്തി അവിടെ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ ആ മൊബൈൽ ഇതിനെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അതാണ് മൊബൈൽ ഓപ്പറേഷൻ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ്. നമ്മൾ ഇറാൻ്റെ മനസ്സിലത് ഇപ്പോഴും ഉണങ്ങാത്ത മുറിവായിട്ട് കിടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറാൻ്റെ ഉള്ളിൽ ഫുള്ളി ഇൻ്റർനെറ്റ് കട്ട് ഓഫാണ്. അതേപോലെ ബാങ്കിങ് സിസ്റ്റത്തിൽ ചെറിയ തകരാറുണ്ട്. ഈ ബാങ്കിങ് സിസ്റ്റം ഹാക്കേഴ്സിനെ ഉപയോഗിച്ച് ഹാക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനത്തെ വാർത്തകൾ ഇറാൻ്റെ ഉള്ളിൽ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് ATM ആക്സസിബിൾ അല്ല ഇപ്പം. അതുകൊണ്ട് ഇറാൻ്റെ ഉള്ളിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ജനങ്ങൾ. ബാങ്കിങ് സെക്ടറിലാണ് ഈ വിഷയം ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നത്. ABC ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, പ്രിന്റ് മീഡിയ ഉണ്ട്, രണ്ടും ഉണ്ട് അവർക്ക്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് 48 മണിക്കൂറാണ് ട്രംപ് ടൈം തന്നിരിക്കുന്നത്. ഈ 48 മണിക്കൂറിനകത്ത് ഇറാൻ
അൺകണ്ടീഷണൽ ഡീലിന് തയ്യാറാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അൺകണ്ടീഷണൽ, അതായത് ഒരു രീതിയിലുള്ള ഉപാധികളും ഇല്ല, നെഗോസിയേഷൻസ് ഇല്ല, ഒരു ഫർദർ ടോക്ക് ഇല്ല, ഒന്നുമില്ല, ജസ്റ്റ് വരണം, ഒപ്പിടണം, പോകണം. ഈ രീതിയിലാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ABC മീഡിയ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ 12 മണിക്കൂർ ഓൾറെഡി കഴിഞ്ഞു, ഇനി 12 മണിക്കൂറും കൂടിയേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ആയത്തുൽ ഖമനേയി വളരെ ബോൾഡായിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, അതായത് അമേരിക്ക നിങ്ങൾ മാറി നിന്നോളൂ, അമേരിക്ക ഈ ഒരു യുദ്ധത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അതിഭീകരമായ രീതിയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആക്രമണങ്ങൾ ഇറാൻ കാഴ്ചവെക്കുമെന്നാണ് ആയത്തുൽ ഖമനേയി വാൺ ചെയ്തിരിക്കുന്നത്. UAE, സൗദി, ഖത്താർ, ബഹ്റൈൻ ഈ രാജ്യങ്ങളിലൊക്കെ ഉള്ള അമേരിക്കൻ ബേസിൽ അവർ ഏറ്റവും കൂടുതൽ അവരുടെ മിലിറ്ററി സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിമാനങ്ങളാണെങ്കിൽ ഇങ്ങനെ വന്ന് അവിടെ ആ ബേസിൽ എങ്കിൽ എവരിഡേ 6, 7, 8, 10 കാർഗോ വിമാനങ്ങൾ, അതേപോലെ ഈ ആയുധങ്ങൾ കൊണ്ടുവരുന്ന വിമാനങ്ങൾ, അതേപോലെ തന്നെ ഈ 4-5 രാജ്യങ്ങളിലായിട്ട് മിഡിൽ ഈസ്റ്റ് ഭാഗത്ത് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഏത് നേരത്തും എടുത്ത് ഉപയോഗിക്കത്തക്ക രീതിയിൽ റെഡി ടു മൂവ് കണ്ടീഷനിൽ വെച്ചിരിക്കുകയാണ്. ഇറാൻ്റെ ഉള്ളിൽ ഇസ്രായേൽ ഒരു യൂണിവേഴ്സിറ്റി അറ്റാക്ക് ചെയ്തതായിട്ട് ഇറാൻ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇസ്രായേൽ കൊടുത്തിരിക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളൊരു യൂണിവേഴ്സിറ്റി ബിൽഡിംഗ് ഞങ്ങൾ അറ്റാക്ക് ചെയ്തു, അത് ശരിക്കും ഒരു മിലിറ്ററി യൂണിവേഴ്സിറ്റിയാണ്, ആ യൂണിവേഴ്സിറ്റിയിൽ ഗുരുതരമായ വേറെ രീതിയിലുള്ള പഠനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, അതിലുപരിയായിട്ട് ന്യൂക്ലിയർ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അവിടെ ന്യൂക്ലിയർ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫിസിക്സ് യൂണിവേഴ്സിറ്റിയാണത്, ആ യൂണിവേഴ്സിറ്റിയാണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്തത് എന്നാണ് ഇസ്രായേലിൻ്റെ സൈഡിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇത് നമ്മുടെ ഒരു മെയിൻ ചാനലാണ്. നമുക്കൊരു സെക്കൻഡറി ചാനൽ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, ഇൻസൈറ്റ്സ് ഗ്ലോബൽ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം. കാരണം നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചാനൽ വേണം എന്നുള്ളത് വളരെ അനിവാര്യമാണ്. കാരണം ഇന്നത്തെ സൈബർ ലോകം നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റിക്കവറി ഓപ്ഷൻ വേണം എന്നുള്ള രീതിയിലാണ് ഒരു സെക്കൻഡറി ചാനലായിട്ട് അത് റൺ ചെയ്യുന്നത്. എല്ലാ ദിവസവും 2 ചാനലുകളിലും നമ്മൾ വീഡിയോ ഇടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 2 ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.